PM ശ്രീയിൽ വഴങ്ങാൻ CPIക്ക് മേൽ CPMന്റെ സമ്മർദ്ദം. വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്ന മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ കാണും. മുന്നണി മര്യാദ ലംഘിച്ചതിലെ പ്രതിഷേധം CPI മുഖ്യമന്ത്രിയെ അറിയിക്കും. നാളെ ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് മുൻപ് LDF യോഗം ചേരില്ല. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം മാത്രം ചർച്ച മതിയെന്നാണ് CPM തീരുമാനം. പാർട്ടിയുടെ അന്തിമ തീരുമാനം നാളത്തെ എക്സിക്യൂട്ടീവിലെന്ന് CPI ദേശീയ സെക്രട്ടറി പ്രകാശ് ബാബു പറഞ്ഞു. കരാറിൽ ഒപ്പിട്ടെങ്കിലും പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇതൊരു എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്നുള്ളതാണ്. നമ്മൾ വെച്ചിട്ടുള്ള MOUവിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത് ഏത് നിമിഷം വേണോ ഈ MOUയിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇരു കക്ഷികളും തമ്മിൽ ആലോചിച്ചിട്ട് വേണം പിന്മാറേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം രണ്ട് കക്ഷികൾക്കും ഉണ്ട്. ഇതൊരു എഗ്രിമെന്റ് വെച്ച് അതിപ്പോൾ ഞങ്ങളെടുത്ത പൊസിഷൻ എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഇനി വീണ്ടും ആവർത്തിക്കേണ്ടുന്ന ഒരു കാര്യമില്ല, ഒന്നുമില്ല. അതിനകത്തിപ്പോൾ ഒരു അതൃപ്തിയുടെയും വിഷയമില്ല, അതൃപ്തിയുടെയും വിഷയമില്ല. CPMന്റെ നിലപാട് എന്താണെന്ന് അവർ പറയട്ടെ, അത് വരട്ടെ. അത് വരുന്നവരെ നമ്മൾ എന്തായാലും നാളത്തെ കമ്മിറ്റിക്ക് മുമ്പ് എന്തായാലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, CPIയെ സമവായത്തിലെത്തിക്കാൻ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ V ശിവൻകുട്ടി ചെന്ന് ബിനോയ് വിശ്വത്തെ കണ്ടിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും CPI തയ്യാറായിട്ടില്ല. ഇനി മുഖ്യമന്ത്രി എത്തിയ ശേഷം മാത്രമേ കൂടിക്കാഴ്ചയുള്ളൂ എന്ന് പറയുന്നു. അത് എപ്പോഴായിരിക്കും ഉണ്ടാവുക? നാളത്തെ CPI എക്സിക്യൂട്ടീവിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ കാണുമോ? എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് അർദ്ധരാത്രിയാണ് കൊച്ചിയിൽ തിരിച്ചെത്തുന്നത്. അതിനുശേഷം ആലപ്പുഴയിലാണ് നാളെ മുഖ്യമന്ത്രിക്ക് പരിപാടിയുള്ളത്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ തന്നെയാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും വിളിച്ചു ചേർത്തിട്ടുള്ളത്. പുന്നപ്ര വേല രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPI മന്ത്രിമാരും CPIയുടെ നേതാക്കളും ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടെയുണ്ട്. അവിടെ വെച്ച് നടക്കുന്ന ചർച്ചയിലായിരിക്കും ഇക്കാര്യത്തിൽ CPI വഴങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാവുക. എന്തായാലും നിലവിൽ CPI വ്യക്തമാക്കിയിട്ടുള്ളത് നാളെ ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം തീരുമാനം പറയാമെന്നാണ്. മുഖ്യമന്ത്രി ഇതുവരെയും എന്തായാലും CPI സംസ്ഥാന സെക്രട്ടറിയോ മറ്റ് നേതാക്കളെയോ ഒന്നും വിളിച്ച് ആശയവിനിമയം നടത്തിയിട്ടില്ല. ഇനി മറ്റ് CPM നേതാക്കൾ അങ്ങനെ ഒരു ആശയവിനിമയം നടത്തുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്തിയ ശേഷം മാത്രം മതി ഇനി ചർച്ച എന്ന തീരുമാനത്തിലാണ് നിലവിൽ CPM എത്തിച്ചേർന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ CPI അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പദ്ധതി നടപ്പിലാക്കില്ല എന്ന് വീണ്ടും മന്ത്രി V ശിവൻകുട്ടി ആവർത്തിച്ചത്. ഇക്കാര്യത്തിൽ കരാറിൽ ഒപ്പിട്ടെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ ആ വാർത്ത നൽകുകയും ചെയ്തതാണ്. ഇന്നത് പരസ്യമായി അത് സ്ഥിരീകരിക്കുന്ന നിലയിൽ മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും അത് ഒപ്പിട്ടത് SSK ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ലഭ്യമാകാനാണ്, വിഹിതങ്ങൾ ലഭ്യമാകാനാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതില്ല. നിലവിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യം സംസ്ഥാനത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇല്ല, വിദ്യാലയങ്ങൾക്കും ഇല്ല എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ള ആരോപണം അത് മന്ത്രി തള്ളുന്നു. രണ്ട് കൂട്ടർക്കും, അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇക്കാര്യത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ സുപ്രീം കോടതികളെ സമീപിക്കാനുള്ള അവകാശവും ഉണ്ട് എന്ന കാര്യം മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയാണ്. എന്തായാലും CPI ഇതുവരെയും ഒരു അനുനയ പാതയിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇന്ന് പ്രകാശ് ബാബുവിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതും അതാണ്. CPM എന്ത് നിലപാടെടുക്കുന്നു, മുഖ്യമന്ത്രി എന്ത് നിലപാട് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. മുൻപായി തന്നെ ഒരു അനുനയം സാധ്യമായില്ല എങ്കിൽ ഒരു കടുത്ത നിലപാട് തന്നെ എക്സിക്യൂട്ടീവിന് ശേഷം പ്രഖ്യാപിച്ചേക്കുമോ CPI? എക്സിക്യൂട്ടീവിന് മുമ്പാണോ പിൻപാണോ ഈ ചർച്ച, അനുനയ നീക്കം നടക്കാൻ പോകുന്നത് എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഒരുപക്ഷെ രാവിലെ തന്നെ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ CPI നേതാക്കളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. എക്സിക്യൂട്ടീവിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കുക, തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത ഘട്ടത്തിൽ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകരുത്, LDFനെ അത്തരം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് നിലവിൽ CPM വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു അനുനയ നീക്കം നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ CPIക്ക് ഇപ്പോഴും ഉള്ള പരാതി ഈ പദ്ധതി നടത്തുന്നതും നയപരമായ പ്രശ്നമൊക്കെ
ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും ഇവരെ അറിയിക്കാതെ CPIയെ അറിയിക്കാതെ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായതിൽ ആണ് ഏറ്റവും വലിയ അമർഷം CPIക്കുള്ളത്. കാരണം ഒരു മുന്നണി മര്യാദ പോലും പാലിക്കാതെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള CPIയെ അറിയിക്കാതെ അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു ചർച്ച പോലും നടത്താതെയാണ് ഇപ്പോൾ PMCയിൽ ഒപ്പിട്ടിട്ടുള്ളത്. അത് ഒരു മുന്നണി മര്യാദയുടെ പോലും ലംഘനമാണ് എന്നതാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നയപരമായി എന്നൊക്കെ പറയുമ്പോഴും ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിലുള്ള തീരുമാനങ്ങളിൽ CPIയുമായി ആലോചിച്ച് മുന്നണിയിൽ ആലോചിച്ച് തന്നെ പോകാം എന്നുള്ള ഒരു അഭിപ്രായം എന്നുള്ളൊരു ഒരു നീക്കം എന്ന ഒരു നിർദ്ദേശമൊക്കെ അത് മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ CPIക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്.